ഉത്തരമലബാറിലെ പ്രമുഖനായ സിനിമ നാടക നടൻ തമ്പാൻ കൊടക്കാട് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. മികച്ച കർഷകൻ കൂടിയായ ഇദ്ദേഹം അടുത്ത കാലത്ത് അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ജീവിതത്തിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് അപ്രതീക്ഷിതമായുള്ള വിയോഗം. മലയാള സിനിമാ നാടകരംഗങ്ങളിൽ തന്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ പ്രതിഭയാണ് തമ്പാൻ കൊടക്കാട്. അഭിനയത്തിലെ അധികായരായ ജഗതി ശ്രീകുമാർ, കുതിരവട്ടം പപ്പു, നെടുമുടി വേണു എന്നിവർക്കൊപ്പമെല്ലാം ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടി. നാട്ടിലെ നാരായണ സ്മാരക വായനശാലയുടെ പ്രവർത്തകർ അവതരിപ്പിച്ച തിളയ്ക്കുന്ന കടൽ എന്ന നാടകത്തിൽ ബാലനടനായിട്ടായിരുന്നു അരങ്ങേറ്റം. പിന്നീട് സഹോദരനായ KG കൊടക്കാടിനൊപ്പം നാടക പ്രവർത്തനങ്ങളിൽ സജീവമായി. കരിവള്ളൂർ ഭാവന തിയേറ്റേഴ്സ്, പയ്യന്നൂർ രംഗകല എന്നിവയുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനയിച്ചു. കോലത്തുനാട് എന്ന നാടകത്തിലെ കോലത്തിരിയുടെ വേഷവും നാട്ടുകാവലിലെ കാര്യസ്ഥന്റെ വേഷവും ശ്രദ്ധേയമായി. സിനിമാ മോഹവുമായി പഴയ മദിരാശിയിൽ വണ്ടിറങ്ങിയ തമ്പാൻ കൊടക്കാട് പ്രഗത്ഭരായ നടന്മാരുടെ കൂടെ വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങി. തറവാട്, അനിയൻ ബാവ, ചേട്ടൻ ബാവ, ചായില്യം തുടങ്ങിയ സിനിമയിലെ അഭിനയ മികവ് ജനപ്രീതി വർദ്ധിപ്പിച്ചു. മലയാളത്തിൽ ദൂരദർശൻ ചാനൽ മാത്രമുള്ള കാലത്ത് സീരിയലുകളിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലെത്തി. സീരിയലുകളുടെ സുവർണകാലത്ത് പ്രമുഖ ചാനലുകൾ സംപ്രേഷണം ചെയ്ത സുമംഗലി ഭമ, തൂവൽ സ്പർശം തുടങ്ങിയ സീരിയലുകളിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. എണ്ണമറ്റ ആൽബങ്ങളിലും ഹ്രസ്വചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അവിഭക്ത കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ കോഴി ഫാം ഉടമ കൂടിയാണ് തമ്പാൻ കൊടക്കാട്. നല്ലൊരു ക്ഷീരകർഷകനുമാണ്. ഇങ്ങനെ കാർഷിക മേഖലയിൽ എക്കാലവും സജീവമായി നിന്ന മികച്ചൊരു കർഷകനെ കൂടിയാണ് കൊടക്കാടിന് നഷ്ടമായത്. അതുകൊണ്ടുതന്നെ തമ്പാൻ കൊടക്കാടിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് ജനപ്രതിനിധികളും വിവിധ മേഖലകളിലെ പ്രമുഖരും ഉൾപ്പെടെയുള്ള വലിയൊരു ജനാവലി ഈ കലാകാരന്റെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനുമായി എത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.